君の中にある赤と青き線それらが結ばれるのは真のഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു ജേർണലിംഗ് കിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ്. കാരണം നമ്മുടെ പ്രീവിയസ് ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും അറിയായിരിക്കും. ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗിവ് അവേ വിന്നർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആള് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫേവറേറ്റ് കളറും ആ ഒരു ജേർണലിംഗ് കിറ്റിൻ്റെ തന്നെ വേറൊരു തീം എടുത്തിട്ട് എനിക്ക് സെലക്ട് ചെയ്ത് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കത് ഇത്രയും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആളത് പാക്ക് ചെയ്ത രീതി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത് വാങ്ങി അതേപടി തന്നാൽ മതിയായിരുന്നു, പക്ഷെ അതല്ല, അതിൽ നിന്ന് പുറത്തെടുത്തിട്ട് ആൾ തന്നെ റാപ്പ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്ക് ജേർണലിങ്ങിനെ പറ്റിയിട്ട് ഒരു കാര്യങ്ങളും അറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ തന്നെ കണ്ടിട്ട് ആൾക്കും അത് പരിചിതമായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അത് എത്രത്തോളം ആണെന്ന് നമുക്ക് അവർ തരുന്ന ഗിഫ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത് എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന്. അത്രയും അറിയാത്തൊരു കാര്യമാണ്. എനിക്ക് ഏത് തീമാണ് ഏത് കളറാണ് ഇഷ്ടമെന്നൊക്കെ മനസ്സിലാക്കി അത്ര ഇതായിട്ടാണ് ആളെനിക്കിത് തന്നിട്ടുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആളോട് പേഴ്സണലി പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ടും നമ്മുടെ പ്രീവിയസ്ലി നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ജേർണലിംഗ് കിറ്റ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ തന്നെയാണ് ഞാൻ അതിനകത്ത് എന്താണുള്ളതെന്നുള്ളത് കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടാണ് എനിക്ക് കൂടുതലായിട്ടും അതിനകത്ത് എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത് അൺബോക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് മെയിൻലി അൺബോക്സ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി, നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് ആണല്ലോ എന്ന് ഓർത്തിട്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് നമുക്ക് തന്നിട്ടുള്ളതാകുമ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് വീഡിയോയ്ക്കായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതായത് വീഡിയോയിൽ മെയിനായിട്ട് കിട്ടുന്നുണ്ടോ, അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്നൊക്കെ ഉള്ള ആംഗിളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയായിരിക്കും നമ്മൾ കൂടുതൽ ചെയ്യുക. അപ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പ്രോസസ്സ്, അൺബോക്സിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അത്രയും നമുക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയ്ക്കല്ലല്ലോ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമുക്ക് ആ ഒരു ഗിഫ്റ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് എത്രയും ചെറിയ ഗിഫ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ അതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാനിത് ഓൾറെഡി 2-3 തവണയൊക്കെ അൺബോക്സ് ചെയ്ത് കണ്ട് അതിൽ ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ ആരോ ആയിക്കോട്ടെ നിങ്ങൾക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം എൻജോയ് നിങ്ങളിപ്പോൾ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ ഞാൻ പറയുവാണ്, നിങ്ങൾ ആദ്യം ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് ഇട്ട് ഒരാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോയിലാണ് ആദ്യം കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്നറിയോ, അത് നമുക്ക് കൂടുതൽ ഫോക്കസ് വീഡിയോയ്ക്കകത്ത് പോവും. ഇപ്പോൾ ഈ ടേപ്പ് റോള് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രത്യേകത. ഞാൻ ഈ ടേപ്പ് റോളൊക്കെ അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അത് 6 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അത് നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ പോസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും നോക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 6 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം വരുന്ന സെറ്റൊക്കെ ആകുമ്പം ഓക്കെയാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എനിക്ക് അങ്ങനെ അത്രയും പോസ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഒരു അഡ്വൈസ് പോലെ പറഞ്ഞവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും ആ ഒരു ഗിഫ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു കളർ തീം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് DM ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യുക. അപ്പോൾ എനിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറ്റും.
മറ്റൊരു ജേർണലിംഗ് കിറ്റാണ് നിങ്ങൾക്ക് ഞാൻ പ്രീവിയസ്ലി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഗീവ് അവേയുടെ, അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം, അതായത് നമ്മൾ വിന്നറിനെ എപ്പോഴാണോ അനൗൺസ് ചെയ്ത് കഴിയുന്നത്, കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മേടിക്കുക. അറിയാൻ പറ്റില്ലല്ലോ ആർക്കാ ഭാഗ്യം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യുക നമ്മുടെ ആ ഒരു ഗിവ് അവേ വിന്നർ വരുന്നവരെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഗ്രീൻ തീം ജേർണലിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും DM ചെയ്യാൻ, ഞാൻ ലിങ്ക് അയച്ചു തരാം. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ജേർണലിംഗ് കിറ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഈ ഗ്രീനറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഈ ഒരു തീമും ഇഷ്ടപ്പെടും. എന്താ ഇതിൽ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമെന്ന് ചോദിച്ചാൽ, ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ കളർ തന്നെയാണ് പറയാം. ഡാർക്ക് ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഈ ഗ്രീനറി സീൻ ഒക്കെ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്ലോറൽ തീംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ ഒരു കിറ്റിനകത്ത് വന്നപ്പോൾ ഡബിൾ നമുക്ക് എന്താ പറയുക, ലോട്ടറി അടിച്ച ഫീലൊക്കെ ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വാക്സ് ഷീറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് അറിയാമെന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൊന്ന് പറഞ്ഞു തരിക ഇതെന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ജേർണലിംഗ് കിറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക.